ഹലോ നമസ്കാരം. ഞാൻ അമലാണ്. നമ്മുടെ നാട്ടില് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ മറ്റുള്ള രാജ്യങ്ങളെല്ലാം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള സംഭവങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. മറ്റൊന്നുമല്ല, എല്ലാവരും സംസാരിച്ചിട്ടുണ്ട്. കുറേ പേര് ഇനി സംസാരിക്കാനും ബാക്കിയുണ്ട്. എനിക്ക് സംസാരിക്കണം എന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. നമ്മുടെ നീറ്റ് പരീക്ഷ ക്യാൻസൽ ചെയ്തതിനെ തുടർന്ന് ഉണ്ടാകുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും, ഒരുപാട് കുട്ടികൾ ആത്മഹത്യ ചെയ്യുകയും അങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. നമ്മുടെ സ്റ്റുഡൻസിനെയും കുട്ടികളെ അനിയന്മാരെയൊക്കെ നടു റോഡിലിട്ട് പട്ടിയെപ്പോലെ തല്ലി ചതയ്ക്കുന്ന പരിപാടികളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ അവിടെ പോകാനും പറ്റുന്ന സിറ്റുവേഷൻ അല്ല. പറ്റുന്നവരപ്പോൾ ഇതുപോലെ വീഡിയോസ് ചെയ്തോ സ്റ്റോറി ഇട്ടോ ഒക്കെ നമ്മൾ ഇതിനെ പ്രതികരിച്ചേ പറ്റത്തുള്ളൂ. പ്രതികരിക്കാനുള്ള സമയമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോലീസുകാർ, ഡൽഹി പോലീസ് ചെയ്യുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു ലോജിക്കില്ല. എനിക്കെന്നല്ല ആർക്കും തന്നെ മനസ്സിലാവുന്നില്ല. കാരണം അവർ സ്വന്തമായിട്ട് തീരുമാനം എടുത്ത് നടത്തുന്നതല്ല ഇത്. ഈ ഒരു ലാത്തി ചാർജോ കാര്യങ്ങളൊന്നും അവർ സ്വന്തമായിട്ട് തീരുമാനിച്ച് നടത്തുന്നതല്ല. അവർക്കൊരു മുകളിൽ നിന്നുള്ള ഓർഡർ കിട്ടിയിട്ടായിരിക്കുമല്ലോ നടത്തുന്നത്. അപ്പം നമ്മുടെ പ്രധാനമന്ത്രിയൊക്കെ ഇതിന് പ്രതികരിക്കാനായിട്ട് ഇത്രയും സമയം എടുക്കുന്നത് എന്താണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പ്രധാനമന്ത്രിയെ മാത്രം പറയുന്നതല്ല. ഇതിന് അധികാരപ്പെട്ടവർ എന്തുകൊണ്ട് ഇതിന് ഈ ഒരു പ്രശ്നം, ഈ ഒരു പ്രോബ്ലം ഉണ്ടാകാനായിട്ട് കാരണക്കാരായവർക്കെതിരെ നടപടിയെടുക്കുന്നില്ല. അതായത് സ്റ്റുഡൻസിന്റെ ആവശ്യങ്ങൾ ഒന്നും അവർ കേൾക്കാൻ പോലും, ഒരു ചർച്ചയ്ക്ക് പോലും തയ്യാറാവുന്നില്ല. നമുക്ക് മനസ്സിലാവുന്നില്ല നമ്മുടെ രാജ്യം എങ്ങോട്ടാ പോകുന്നതെന്ന്. ഇവരെയൊക്കെ അധികാരത്തിൽ എത്തിച്ചത് നമ്മളാണ്, നാട്ടുകാരാണ്, നമ്മുടെ സാധാരണക്കാരാണ്. അപ്പം നമ്മൾ അധികാരത്തിൽ എത്തിച്ച ആൾക്കാർ നമുക്കെതിരെ തന്നെ, നമുക്ക് സുരക്ഷിതത്വം, നമ്മുടെ നാടിന് സുരക്ഷിതത്വം നൽകേണ്ട ആൾക്കാരാണ് ഈ പോലീസുകാരൊക്കെ. ഈ പോലീസുകാർ നേരെ തിരിച്ച്, എടോ നിങ്ങൾ മനസ്സിലാക്കാത്ത എന്താ, നിങ്ങളാണ് ഞങ്ങളെ സംരക്ഷിക്കേണ്ട ആൾക്കാർ, ഞങ്ങൾക്ക് സംരക്ഷണം നൽകേണ്ട ആൾക്കാർ. അപ്പം നിങ്ങൾ തന്നെ നമ്മളെ തല്ലിച്ചതയ്ക്കുകയാണ്, റോഡിലൂടെ വലിച്ചഴിക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷ കൊടുക്കേണ്ട ആൾക്കാരാണ്. അവരെയൊക്കെ റോഡിലൂടെ വലിച്ചഴിക്കുന്ന അവസ്ഥയാണ് ഇപ്പം. സത്യം പറയാൻ നാണക്കേടാണ്. ഞാനൊക്കെ ടൂറിസം ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഞങ്ങളൊക്കെ ഇന്ത്യയെക്കുറിച്ചും കേരളത്തെക്കുറിച്ചും ഒക്കെ സംസാരിക്കുന്ന ആൾക്കാരാണ്. ഞങ്ങളൊക്കെ പറയുമ്പോൾ മറ്റുള്ള രാജ്യത്തിൽ നിന്ന് ആൾക്കാരെ ഇങ്ങോട്ടേക്ക് ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് നാണക്കേടാണ് ശരിക്കും പറഞ്ഞാൽ. എന്താ നടക്കുന്നത് അറിയത്തില്ല. ഇത് ആരുടെ അറിവോടുകൂടി അല്ലെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്. എല്ലാം ഒന്നും നമ്മൾ അറിയുന്നില്ല. അപ്പോൾ ആത്മഹത്യ ചെയ്തു, അതിനെതിരെയാണ്, അവർക്കെതിരെ നടപടിയെടുക്കണമെന്നും വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നും, അതുപോലെ ഒരു എഡ്യൂക്കേഷൻ, ഒരു പ്ലാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോഴത്തെ സ്റ്റുഡൻസ് എല്ലാവരും കൂടെ ചേർന്നിട്ട്. അപ്പോൾ ആ ഒരു പ്ലാൻ നിലവിൽ കൊണ്ടുവരണമെന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ഒരു സമരവും കാര്യങ്ങളും പരിപാടികളൊക്കെ നടക്കുന്നത്. ഈ ക്യാമ്പയിനൊക്കെ നടക്കുമ്പോൾ ഒന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല. എന്താണ് തിരിച്ചൊന്നും മറുപടി പറയുന്നില്ലേ? മരപ്പാവകളാണോ? എനിക്കറിയാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിക്കുക. ഒരാളൊരു കാര്യം സംസാരിക്കുമ്പോൾ ആവശ്യപ്പെടുമ്പോഴത്തേക്കും അതിന് തിരിച്ചൊരു മറുപടി, ഒരു ചർച്ചയ്ക്കോ എല്ലാവരും തയ്യാറാവാൻ ബാധ്യസ്ഥരാണ്. നിങ്ങളാണ് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ. അപ്പോൾ അവർക്കെതിരെ നമ്മളെല്ലാവരും ശബ്ദം ഉയർത്തിയേ പറ്റത്തുള്ളൂ. അതിനുള്ള സമയമാണ്. അപ്പം ആർക്കും എങ്ങും പോയി ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെങ്കിലും ഓൺലൈൻ ഉണ്ടല്ലോ. നമ്മൾ പോയി ചെയ്യുന്നതിനെ എഫക്റ്റീവാണ്. നമുക്ക് ഓൺലൈൻ വഴി ചെയ്യാൻ പറ്റും. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഫുഡ് ഓർഡർ ചെയ്ത് അവിടെ എത്തിക്കാൻ പറ്റും. ഡൽഹിയിൽ ജന്തർ മന്ദിറിലൊക്കെ നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ നാളെ നമ്മുടെ വീട്ടുമുറ്റത്തും പരിപാടികൾ നടക്കും. ചിലപ്പോൾ നമ്മളെ ഇവിടെ വലിച്ചഴിച്ചെന്നും വരും. അപ്പം നാളെ, അതായത് ഈ ഓരോ അടിക്കുന്ന പോലീസുകാരും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നാളെ നിങ്ങളുടെ മക്കളോ അനിയനോ നിങ്ങളുടെ വീട്ടുകാരോ നടന്നു വരേണ്ട വഴിയിലാണ് കുഴി കുത്തി വെച്ചിരിക്കുന്നത്. ആ കുഴിയിൽ വീഴാതിരിക്കാൻ നിങ്ങൾ നോക്കുന്നതിന് പകരം നിങ്ങളുടെ മുള്ളുകമ്പി വിഷപ്പാമ്പുകളെ നിറയ്ക്കുകയാണ്. എല്ലാവരും ഇതിനെതിരെ പ്രതികരിച്ചേ പറ്റത്തുള്ളൂ. വേറൊന്നും പറയാം.